ഓക്കെ. ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ എന്റർപ്രൈസ് സ്ട്രക്ചറിൽ ഇത്രയും ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്രയും പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോ ലാസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ പെൻഡിങ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ 19ാമത്തെ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. ഈ 19ാമത്തെ സ്റ്റെപ്പില് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഡോക്യുമെന്റ് ടൈപ്സ് ആൻഡ് നമ്പർ റേഞ്ചസ് ഫോർ ജനറൽ ലെഡ്ജർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പായിരുന്നു. അതിപ്പോ തൽക്കാലം നമ്മൾ അവിടെ ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ടായിരിക്കും ആ ഒരു സ്റ്റെപ്പ്, അടുത്ത പോയിന്റ് ആയിട്ടായിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇനി അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് കമ്പനി കോൺഫിഗറേഷൻ അങ്ങനെ തീർന്നു. നെക്സ്റ്റ് ഇനിയിപ്പോ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേഷൻ ഉള്ള പാർട്ടിലേക്ക് പോകുകയാണ്. ഇനി എന്താണ് അക്കൗണ്ടുകൾ എന്ന് ഞാനിപ്പോ സ്പെഷ്യലി വീണ്ടും പറഞ്ഞു പോകുന്നില്ല. കാരണം നമ്മള് ബേസിക് അക്കൗണ്ട്സിന്റെ പാർട്ടില് എന്താണ് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ട്രാൻസാക്ഷന് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യണ അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ടുകൾ കിട്ടും. ഏകദേശം എല്ലാവരും ആ ഒരു അക്കൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോബ്ലം ഒരെണ്ണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ജേണൽ എൻട്രിയുടെ ഡെബിറ്റ് ക്രെഡിറ്റിന്റെ പ്രോബ്ലം അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ആ ഒരു ലോജിക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി സോഫ്റ്റ്വെയറിലേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി സോഫ്റ്റ്വെയറിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലെഡ്ജർ ഗ്രൂപ്പിന്റെ ക്രിയേഷൻ ആണ്. അതിന് യൂസ് ചെയ്യുന്ന ഒരു ടി കോഡ് FSP0 എന്നുള്ള ടി കോഡാണ്. ഇനി മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ആശ്വസിക്കുക. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് സ്ക്രീൻ ലോക്കിംഗ് എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൺസൾട്ടന്റ് വിൻഡോയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇനി മുതൽ നിങ്ങൾക്ക് ആ സ്ക്രീൻ ലോക്കിങ്ങിന്റെ പ്രശ്നം വരില്ല. കാരണം നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യാൻ പോകുന്നത് പവർ യൂസർ വിൻഡോയിലായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് പേജ്, ആ ഒരു ഓറഞ്ച് കളറൊക്കെ ഉള്ള ഫോൾഡറൊക്കെ ഉള്ള ആ ഒരു പേജ്, അതായിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പേജിൽ വേറെ സ്ക്രീൻ ലോക്കിംഗ് ഇഷ്യൂ ഒന്നും വരില്ല. അതിന് റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ഒരേ സമയം ചിലപ്പോൾ 2 ബില്ലുകളൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ ഓരോ ബില്ല് ചെയ്യുന്ന സിറ്റുവേഷനിലും ഈ പറഞ്ഞ ലോക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ വർക്ക് അങ്ങനെ ലാഗ് ആവും. അപ്പൊ അങ്ങനെ ലാഗ് ആവാതിരിക്കാനായിട്ട് ആ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ കൺസൾട്ടന്റ് വിൻഡോയില് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഉള്ളത്. ഓക്കെ. ഇനിയിപ്പോ എല്ലാ ടി കോഡിനും പാത്ത് വേ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ജനറൽ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ മാസ്റ്റർ റെക്കോർഡ്സിൽ പോയി കഴിഞ്ഞാൽ GL അക്കൗണ്ട്സ്, ഇൻഡിവിജ്വൽ പ്രോസസിംഗ്, ഓക്കെ, സെൻട്രലി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഇൻ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇൻ കമ്പനി കോഡ് എന്നുള്ള ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇനി ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ഈ പവർ യൂസർ വിൻഡോ ആണെങ്കിൽ, അതായത് ഇപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഇപ്പൊ കുറച്ച് പേര് അവരുടെ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ചില സിസ്റ്റത്തിലും ഈ ഒരു SAP ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ സിസ്റ്റത്തിൽ SAP യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില സ്ക്രീനുകൾക്ക് ഒരു നീല കളറിലുള്ള, അതായത് ഇതേ ഇന്റർഫേസ് അല്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ അതില് ഈ സിസ്റ്റം മെനു ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തുള്ള, അല്ലെങ്കിൽ എക്സ്ട്രാസിൽ സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുള്ള. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ ഇന്റർഫേസിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ടെക്നിക്കൽ നെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തില്ല. അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടി കോഡ് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അതായത് ഇവിടെ കണ്ട FS00, FSP0, FSS0 എന്നുള്ള ടി കോഡുകൾ സിസ്റ്റം തന്നെ പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി സെറ്റിംഗ്സിലൊക്കെ പോയിട്ട്. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ FS00 എന്ന് പറയുന്ന എക്സിക്യൂട്ടബിൾ ഒബ്ജക്റ്റ് ആണ്. ഒന്നില്ലെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടി കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FS00 എന്നുള്ള വിൻഡോയിലേക്കായിരിക്കും വരുന്നത്.
ഇനി എന്താണ് ഈ FS00 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്രിയേഷൻ ഓഫ് ലെഡ്ജർ ഗ്രൂപ്പ് FSP0 എന്ന് എഴുതിയിട്ട് നോട്ടിൽ ഇപ്പൊ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഈ ലെഡ്ജർ ഗ്രൂപ്പിന്റെ പർപ്പസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ledger groups are used to classify ledger accounts. ലെഡ്ജർ അക്കൗണ്ടുകളെ തരംതിരിക്കാനായിട്ടാണ് ലെഡ്ജർ ഗ്രൂപ്പുകൾ SAP-യിൽ യൂസ് ചെയ്യുന്നത്. ഇനി ജനറൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മേജർ ഗ്രൂപ്പ്സ് ആർ നമുക്കുണ്ടാവുന്നത് അസറ്റ് ഉണ്ട്, പിന്നെ ലൈബിലിറ്റി ഉണ്ട്, എക്സ്പെൻസ്, ഇൻകം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറലി ഉള്ളത്. ഇനി ഈ ഒരു FSP0 നമ്മൾ ഉണ്ടാക്കുന്ന ലെഡ്ജർ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേജർ ഗ്രൂപ്പുകൾ ഓൾറെഡി ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെയ്ത ഒരു കോൺഫിഗറേഷൻ നിങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുറെ സമയം പോയ ഒരു കോൺഫിഗറേഷൻ ആയിരുന്നു അത്. ഓക്കെ, ഈ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് പേര് ഇത് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് ടൈം ഔട്ട് ആയി. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ലാത്തൊരു കാര്യമാണ്. എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഗ്രൂപ്പുകൾ കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടൈമിങ്ങിന്റെ കാര്യങ്ങളും പിന്നെ ജനറൽ ആയിട്ട് കുറച്ച് മെസ്സേജ് ഇന്ന് ഗ്രൂപ്പിൽ ഇടോട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺഫിഗറേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ മേജർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അസറ്റ്, ലൈബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ചെയ്യുന്ന ഈ FSP0, FS00 അതിലൊക്കെ ആയിരിക്കും ഓരോ ട്രാൻസാക്ഷൻസും എടുത്ത് എഴുതുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, പെയ്ഡ് സാലറി ബൈ ക്യാഷ് ₹10,000. ഓക്കെ, ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു അക്കൗണ്ട് ആണ് സാലറി എന്ന് പറഞ്ഞ അക്കൗണ്ടും ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടും. 2 അക്കൗണ്ട് ആണ് ആകെ ഉള്ളത്. ഓക്കെ, ഇനി ഇതിൽ സാലറി എന്ന് പറഞ്ഞ കാര്യത്തിനെ നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് എന്ന് വിളിക്കാം. ക്യാഷ് എന്ന് പറഞ്ഞ കാര്യത്തിന് ലെഡ്ജർ അക്കൗണ്ട് എന്നായിരിക്കും വിളിക്കുന്നത്. ഇനി സാലറി എന്ന് പറഞ്ഞ ലെഡ്ജർ അക്കൗണ്ട്, അതായത് സാലറി മാത്രമായിരിക്കില്ല, നമുക്ക് കമ്പനിയിൽ പല പല ഓഫീസായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഓഫീസായിട്ട് ബന്ധപ്പെട്ട ചെലവിനെ സൂക്ഷിക്കാനായിട്ടാണ് നമുക്ക് ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സാലറി എന്നുള്ള ലെഡ്ജർ അക്കൗണ്ട് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അണ്ടറിലായിരിക്കും സാലറി എന്ന് പറഞ്ഞ ചെലവ് വരുന്നത്. ഇനി ക്യാഷ് എന്ന് പറഞ്ഞ ലെഡ്ജർ അക്കൗണ്ട് വരുന്നത് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷന്റെ അണ്ടറിലായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിൽ റെക്കോർഡ് ആവുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറി ബാലൻസ് 10,000 രൂപയാകും, ക്യാഷ് ബാലൻസ് അതും 10,000 രൂപയാകും. ഇനി അതേപോലെ നമുക്ക് ഉള്ള മറ്റൊരു കാര്യമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കറണ്ട് അസറ്റിന്റെ ബാലൻസ്. അതിന്റെ ബാലൻസും നിലവില് 10,000 തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തപ്പോൾ സംഭവിച്ചത്. അതായത് ഇപ്പൊ പെയ്ഡ് സാലറി ബൈ ക്യാഷ്, ഇതിൽ നമ്മൾ ആദ്യം ചെയ്തത് സാലറി എന്നുള്ള കാര്യത്തിനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് എഴുതി,
ക്യാഷ് എന്നുള്ള കാര്യത്തിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തെഴുതി. ഓക്കെ, ഇനി ഇത് വരുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതി. കറണ്ട് അസറ്റിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് എഴുതി. ഓക്കെ, അപ്പോ സാലറി എന്നുള്ള അക്കൗണ്ടിലേക്കായിരിക്കും 10,000 പോകുന്നത്, ക്യാഷ് എന്നുള്ള അക്കൗണ്ടിലേക്കായിരിക്കും അടുത്ത 10,000 പോകുന്നത്. ഇനി അപ്പോ ജനറൽ ആയിട്ടുള്ള റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ കമ്പനിയിൽ ആകെയുള്ള ഇൻഡയറക്ട് എക്സ്പെൻസിന്റെ ബാലൻസ് 10,000, കമ്പനിയിൽ ആകെയുള്ള കറണ്ട് അസറ്റിന്റെ ബാലൻസ് 10,000 എന്നായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ഒരു സിറ്റുവേഷൻ കൂടി വരികയാണ്. റിസീവ്ഡ് ട്രെയിനിങ് ഇൻകം റുപ്പീസ് 10,000. ഓക്കെ, ഇതിവിടെ കറണ്ട് അസറ്റ് ബാലൻസ് മൈനസ് 10,000 ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. മൈനസ് കാരണം നിലവിലെ ബാലൻസ് 0 ആണ്. അങ്ങനെ 0 ആയിരിക്കുന്ന ക്യാഷിൽ നിന്നാണ് നമ്മൾ 10,000 അടച്ചത്. അപ്പൊ ഇല്ലാത്ത പൈസ എടുത്തിട്ടാണ് നമ്മൾ അടച്ചത്. അതുകൊണ്ട് ഇവിടെ മൈനസ് 10,000 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു ട്രാൻസാക്ഷൻ വന്നു. ട്രെയിനിങ് ഇൻകം കിട്ടി, ക്യാഷ് ആയിട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അന്നേരം വരുന്ന ഒരു അക്കൗണ്ട് ക്യാഷ് വരും, രണ്ടാമത്തെ അക്കൗണ്ട് ട്രെയിനിങ് ഇൻകം വരും. ഓക്കെ, ഇനി അപ്പൊ ഇതാണ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട്, ട്രെയിനിങ് ഇൻകം എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നടത്തുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ക്യാഷ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അസറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും വരുന്നത്. ഇനി ട്രെയിനിങ് ഇൻകം ആണെങ്കിൽ നമുക്ക് തൽക്കാലം ഡയറക്റ്റ് ഇൻകം എന്നുള്ള ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കറണ്ട് അസറ്റ് ഡയറക്റ്റ് ഇൻകം എന്നുള്ള കാര്യം വന്നു. ഇനി ഈ ഒരു റെഡ് കളറിൽ ഞാനിപ്പോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ല. ഈ റെഡ് കളറിലുള്ള കാര്യങ്ങളുടെ പർപ്പസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ റെഡ് കളറിലുള്ള കാര്യങ്ങളുടെ പർപ്പസ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ ബാലൻസ് നിലവിൽ 10,000, കറണ്ട് അസറ്റിന്റെ ബാലൻസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പ്ലസ് 1000 വരും. അങ്ങനെ ടോട്ടല് 9,000 മൈനസ് ബാലൻസ് വരും. ഇനി ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്ത് വരുന്നു, ഡയറക്റ്റ് ഇൻകം 1000. ഓക്കെ, അപ്പോ ഇതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ പല അക്കൗണ്ടുകൾ ഉണ്ടാവും. ആ അക്കൗണ്ടുകളെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലെഡ്ജർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇന്ത്യൻ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. കുറച്ച് പേർക്ക് ടാലി ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോ ടാലിയുടെ ഒരു ഇന്റർഫേസിൽ ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ പോലും അറിയാതെ ടാലി നമ്മളെ ചില കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതിലിപ്പോ ഒരു റിപ്പോർട്ട് എടുക്കുകയാണ്. അതായത് ഇപ്പൊ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഒരു റിപ്പോർട്ട് എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ക്യാപിറ്റൽ അക്കൗണ്ട്, ലോൺസ്, കറണ്ട് ലൈബിലിറ്റി, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ബോൾഡിലായിട്ട് കാണാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ പെർച്ചേസ് അക്കൗണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ബോൾഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ബോൾഡ് ആയിട്ട് കിടക്കുന്നത് നോക്കുക 1,72,149. അതായത് ആകെ കമ്പനിയിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ആകെ തുക 1,72,149. ഓക്കെ, അപ്പോ അതാണ് ഗ്രൂപ്പുകളുടെ ആവശ്യം, സമ്മറൈസ് ചെയ്യുക. ഇനി ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് പോയി ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് എത്തി ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിലേക്ക് പോയി. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അകത്ത് വേറെ എന്തൊക്കെ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഇങ്ങനെ അക്കൗണ്ടുകൾ ഉണ്ടാവും. ഇതാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ലെഡ്ജർ അക്കൗണ്ടുകളെ ആയിരിക്കും നമ്മൾ ഓരോ
ട്രാൻസാക്ഷനിലും ബില്ലുകളിലും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അതായത് റെന്റ് അടക്കുമ്പോൾ റെന്റ് അടച്ചു എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. പിന്നെന്താണ് ഇവിടെ ഇലക്ട്രിസിറ്റി അടക്കുമ്പോൾ ഇലക്ട്രിസിറ്റി അടച്ചു എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. പക്ഷേ ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ചവറായിട്ട് വരികയാണെങ്കിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് ഇങ്ങനെ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഒരു അക്കൗണ്ടിങ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഇതായിരിക്കും ചിലപ്പോ ചെറിയ രീതിയിൽ കാണുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോ സമ്മറൈസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്ന എല്ലാ സോഫ്റ്റ്വെയറിലും ഉണ്ട്. അതിപ്പോ ടാലി ആയാലും ക്വിക്സ് ആയാലും SAP ആയാലും ഈ ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിന്റെ ബേസിസിലാണ് ഈ സോഫ്റ്റ്വെയറുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ SAP-യിലും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ലെഡ്ജർ ഗ്രൂപ്പിന്റെ പേർപ്പസ് ലെഡ്ജർ അക്കൗണ്ടുകളെ തരംതിരിക്കാനായിട്ടാണ് ലെഡ്ജർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് മേജർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഇതാണ്: അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. അങ്ങനെ 4 മേജർ ഗ്രൂപ്പാണ്. ഫോളോയിങ് ledger groups are to be created in FSP0 under respective heads. മേജർ ആയിട്ടുള്ള ഗ്രൂപ്പ് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഈ 4 ക്ലാസിഫിക്കേഷന്റെ താഴെയായിട്ട് നമ്മൾ ഈ 8 ലെഡ്ജർ ഗ്രൂപ്പുകൾ SAP-യിൽ ഉണ്ടാക്കുന്നതായിരിക്കും. FSP0 എന്നുള്ള കോൺഫിഗറേഷൻ. അസറ്റിന്റെ അണ്ടറിൽ കറണ്ടും ഫിക്സ്ഡും, ലയബിലിറ്റിയുടെ അണ്ടറിൽ ഇക്വിറ്റി, കറന്റ് ലയബിലിറ്റി, എക്സ്പെൻസിന്റെ അണ്ടറിൽ ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്, ഇൻകത്തിന്റെ അണ്ടറിലും ഇൻഡയറക്റ്റും ഡയറക്റ്റും. അങ്ങനെ ടോട്ടൽ 8 ഗ്രൂപ്പ് നമുക്ക് ആകെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ ഈ ഗ്രൂപ്പിന്റെ പർപ്പസ് മനസ്സിലായോ? അതായത് കുറെ ലെഡ്ജറിനെ തരംതിരിക്കാനായിട്ടാണ് ഗ്രൂപ്പ്. ആ ഒരു ടാലി സ്ക്രീനിൽ കണ്ട പോലെ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് കാണാം. ഇത് ഡീറ്റെയിൽ വ്യൂ. സമ്മറൈസ് ചെയ്ത് കാണാനായിട്ടാണ് നമ്മൾ ഗ്രൂപ്പുകൾ യൂസ് ചെയ്യുന്നത്. അതില് ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ക്രിയേഷൻ ഓഫ് ഗ്രൂപ്പ്സ് അണ്ടർ അസറ്റ്. ഓക്കെ, അസറ്റിന്റെ അണ്ടറിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നോക്കാം. അസറ്റിന്റെ അണ്ടറിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അസറ്റ് എന്ന് പറയുന്ന കാര്യം അതിന്റെ കപ്പാസിറ്റിയും എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ OBD4 എന്ന് പറഞ്ഞ സ്റ്റെപ്പിലാണ് ഈ പറഞ്ഞ ലിമിറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. OBD4 നമ്മൾ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ഒരു അസറ്റിനെ ഉണ്ടാക്കുകയാണെങ്കിൽ 1-നും 500-നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോ ആ ഒരു ലോജിക്കിൽ നോക്കുമ്പോ ഇതാണ് നമ്മുടെ അസറ്റിന്റെ സീരീസ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ we have configured assets will be coming within the range 1 and 500. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അസറ്റുകൾ 1-നും 500-നും ഇടയിലുള്ള ഒരു നമ്പറിലായിരിക്കും അസറ്റുകൾ വരുന്നത് എന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ വന്നിട്ടുള്ളത് FSP0-ലാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ചെയ്യേണ്ടത് FSP0 എക്സിക്യൂട്ട് ചെയ്യാം. FSP0 ഓക്കെ, ഇപ്പോ FSP0 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വിൻഡോ
ഇതായിരിക്കും. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കുറെ പേർക്ക് യൂസർ ഐ ഡി കിട്ടിയിട്ടുള്ളൂ. എല്ലാവരും നിലവിൽ ഇപ്പൊ ഉള്ള യൂസർ ഐ ഡി ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സൈഡില് നിങ്ങളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും കമ്പനി കോഡൊക്കെ കാണാൻ പറ്റും. ഇത് ഐ ഡി ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഉള്ള കമ്പനി കോഡും ചാർട്ട് ഓഫ് അക്കൗണ്ട്സും നിങ്ങളുടെ തന്നെ ചിലപ്പോൾ ആയിരിക്കില്ല, വേറെ ആരുടെയെങ്കിലും കോഡുകളൊക്കെ വന്ന് കിടക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴത് നിങ്ങളുടെ തന്നെയാണോ, സൈഡിൽ കിടക്കുന്ന കോഡ് നിങ്ങളുടെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ FSP0 വിൻഡോ. ഒരു ബ്ലാങ്ക് പേജ് ആയിരിക്കും വരുന്നത്. കമ്പനിയിൽ ആവശ്യമുള്ള അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് ആവശ്യം പോലെ ഉണ്ടാക്കി വെക്കാം. ഇനി നമ്മളിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, രണ്ട് അക്കൗണ്ടുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ നോക്കിയപ്പോ അസറ്റുകൾ 1-നും 500-നും ഇടയിലുള്ള നമ്പറിലാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ എത്തുമ്പോ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കിടപ്പുണ്ടാവും. ആ ബട്ടനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ക്രിയേറ്റ്. ഓക്കെ, ഈ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു GL അക്കൗണ്ട് എന്നുള്ള കോഡും വരും, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള കോഡും വരും. GL അക്കൗണ്ടിന്റെ അവിടെ 1-നും 500-നും ഇടയിലുള്ള ഒരു നമ്പറാണ് കൊടുക്കേണ്ടത്. അതായത് അതിപ്പോ 2 ആകാം, 10 ആകാം, 100 ആകാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ 1 തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു വൃത്തി ഉണ്ടാവും. അതായത് ഇപ്പോ ആദ്യം 310, പിന്നെ 425, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഒരു ഭംഗിയിൽ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഒരു രസം ഉണ്ടാവും. അപ്പോ ഈ രീതിയിൽ തന്നെ കൊടുക്കാം. ഈ രീതി തന്നെ കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല, ഞാനും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, കാണാൻ ഒരു ഭംഗി ഉണ്ടാക്കി വെക്കാം. പിന്നെ കോഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കോഡാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. പിന്നെ എളുപ്പമാണ്. അതായത് ഇപ്പൊ 410 അങ്ങനെ ഇടയിലുള്ള നമ്പറൊക്കെ കൊടുത്താൽ ചില സമയങ്ങളിൽ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. SAP ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 10 സ്റ്റെപ്പ് കൂടുതൽ ചെയ്യണം. സാധാരണ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് പോലെയല്ല, ഒരു 10 സ്റ്റെപ്പ് കൂടുതൽ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ എളുപ്പമുള്ള നമ്പറൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോ ആദ്യം ഇവിടെ ഒരു നമ്പർ കൊടുക്കണം. പിന്നെ താഴെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഫീൽഡാണ് നെക്സ്റ്റ് ഉള്ളത്. ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫീൽഡിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡ് വേണം കൊടുക്കാനായിട്ട്. അതായത് നമ്മള് മേജർ ഗ്രൂപ്പ് ഉണ്ട്. എന്റെ മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്, TDLG എന്ന് പറയുന്നതാണ് എന്റെ മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന്റെ താഴെയാണ് നമ്മൾ ലെഡ്ജർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. സബ് ഗ്രൂപ്പിന്റെ താഴെ ആയിരിക്കും നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ അക്കൗണ്ടുകളെ SAP-ൽ ഉണ്ടാക്കുന്നത്. സോ എന്റെ ലെഡ്ജർ ഗ്രൂപ്പിന്റെ കോഡ് TDLG എന്നാണ്. അതുകൊണ്ട് ഞാൻ ആ കോഡാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോയില് നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡാണ് കൊടുക്കേണ്ടത്. അതിവിടെ ഞാൻ വലിയൊരു ആരോ ഇട്ടിട്ട് എഴുതുന്നുണ്ട്, നിങ്ങൾ അതെല്ലാം കാണുക. ഓക്കെ, ഇനി അവസാനം അത് കണ്ടില്ല എന്ന് പറയരുത്. അതാണ് ഫോണിൽ നോക്കരുത് എന്ന് പറയുന്നത്. ഈ സംഭവം ഫോണിൽ നോക്കാതെ സിസ്റ്റത്തിൽ എടുത്തിടാം. ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ കോഡാ കൊടുക്കേണ്ടത്. പിന്നെ GL അക്കൗണ്ട് 1 കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേബിൾ മുകളിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. അതായത് നമ്മുടെ റേഞ്ച് 1-നും 500-നും ഇടയിലുള്ള ഒരു നമ്പറാണ്, അതുകൊണ്ടാണ് 1 എന്നുള്ള കോഡ് കൊടുത്തത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്രസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. അപ്പൊ ഈ റൈറ്റ് സൈഡിലുള്ള ഈ പേജ് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വരും. ആദ്യം തന്നെ ഇവിടെ അക്കൗണ്ട് ഗ്രൂപ്പ് എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കുള്ള മേജർ 4 ക്ലാസിഫിക്കേഷൻ കാണും: അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അസറ്റിന്റെ അണ്ടറിലാണ്. ഒരു നോട്ടിന്റെ ഓർഡറിൽ തന്നെ പോവാം. ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ടത് കറണ്ട് അസറ്റ് എന്നുള്ള ഗ്രൂപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പേര് കോപ്പി ചെയ്യാം, SAP-ലേക്ക് വന്നു. ഇവിടെ അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അസറ്റ് എന്ന് ഫില്ല് ചെയ്യാം. ഇനി അസറ്റ് ആണെങ്കിൽ ഈ ഒരു റിപ്പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് കമ്പനിയിലെ സ്വത്തുക്കളെയും
ബാധ്യതകളെയും അസറ്റ് ലയബിലിറ്റീനെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഫൈനലി കൊണ്ടുവരുന്ന റിപ്പോർട്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻസും ഇൻകം ആണെങ്കിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. അപ്പോ എന്താണ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയും അതിന്റെ പ്രോബ്ലംസ് കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേര് ചെയ്യാനുണ്ടാവും. അപ്പൊ തൽക്കാലം മനസ്സിലാക്കാം, അസറ്റുകളെ സമ്മറൈസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്നുള്ള റിപ്പോർട്ട് ഇവിടെ സെലക്ട് ചെയ്തത്. ഇനി ഇവിടെ പേര് കൊടുക്കുക. ഷോർട്ട് ടെക്സ്റ്റും ലോങ് ടെക്സ്റ്റും സെയിം തന്നെ കൊടുത്താൽ മതി. അതായത് ഷോർട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ആക്കി വിളിക്കാനായിട്ടാണ്. ഇതിൽ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് ലിമിറ്റേഷൻ, ഇത്ര ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഷോർട്ട് ആയിട്ട് സി എ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് രണ്ടും ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഫുള്ള് ഫില്ല് ചെയ്യാം. ഇനി താഴെ ട്രേഡിംഗ് പാർട്ണർ എന്നുള്ളൊരു ഫീൽഡ് കിടപ്പുണ്ട്. ഇവിടെ നിങ്ങളുടെ മെയിൻ കമ്പനിയുടെ കോഡ്, മെയിൻ കമ്പനി കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ് രണ്ട് പേരൊക്കെ ഇട്ട് തന്നത്. ഒന്ന് DDRC അഖിലസ്, പിന്നെ എറണാകുളം. അത് രണ്ടും തമ്മിൽ മാറിപ്പോയി. ഇവിടെ കൊടുക്കേണ്ടത് മെയിൻ കമ്പനിയുടെ കോഡാണ്. അതായത് DDRC അഖിലസിന്റെ കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ മെയിൻ കമ്പനിയുടെ കോഡ് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ എന്റെ മെയിൻ കമ്പനിയുടെ കോഡും കമ്പനി കോഡിന്റെ കോഡും സെയിം തന്നെയാണ്. നിങ്ങളുടെ ഡിഫറെന്റ് ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കോഡാണ്, മെയിൻ കമ്പനിയുടെ കോഡാണ് കൊടുക്കാനായിട്ട്. ഇപ്പൊ DDLB ആയതുകൊണ്ട് DDLB എന്ന് കൊടുത്തു. ഇനി എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ റിഫ്രഷ് ആവും. അപ്പൊ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. DDRC അഖിലസ് എന്നാണ് വന്നത്, DDRC എറണാകുളം എന്നല്ല വന്നത്. എറണാകുളം കമ്പനി കോഡും അഖിലസ് മെയിൻ കമ്പനിയുമാണ്, രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ SIP ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾ സമാധാനമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. പേര് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, അത്രയും കാര്യമുള്ളൂ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഒന്ന് കൊടുത്തിടാം. അതായത് അസറ്റിന്റെ താഴെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഒരു കാര്യമാണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ് സേവ്, പിന്നെ ഈ ഒരു കമ്പനിയുടെ താഴെ വരുന്നൊരു കാര്യം കൂടിയാണ്. അത്രയും നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ. സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കണം, പിന്നെ അതിന്റെ താഴെയുള്ള ഈ ഒരു ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ആണെന്നുള്ളത് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് ഇവിടെയുള്ള ഈ DDRC അഖിലസ് എന്ന് പറയുന്നത് മെയിൻ കമ്പനിയാണ്. ഓക്കെ, ഇത് മെയിൻ കമ്പനിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം, അത് മെയിൻ കമ്പനി. ഓക്കെ, ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ സേവ് ചെയ്യാം. അതായത് ഇവിടെ Ctrl+S അല്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഫസ്റ്റ് അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി. ഇനി ഇതേപോലെ തന്നെ അടുത്തതും ക്രിയേറ്റ് ചെയ്യാം. സിമിലർലി ക്രിയേറ്റ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റും ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതായത് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പേജിന്റെ ആദ്യത്തെ പേജിലേക്കോ അവിടെ ലിസ്റ്റ് ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ആണ് രണ്ടാമത് ഉണ്ടാക്കേണ്ടത്. ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാം. അടുത്തതും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ GL അക്കൗണ്ടും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള കാര്യം കാണും. നേരത്തെ ഒന്നെന്നുള്ള കോഡിലാണ് ഉണ്ടാക്കിയത്. ആ കോഡ് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം പറയും പറ്റില്ല, ഓൾറെഡി ഒന്നിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ SIP ജനറൽ ലോജിക്ക്. അപ്പൊ ഒന്ന് കൊടുക്കേണ്ട രണ്ട് കൊടുക്കുക. നെക്സ്റ്റ് കോഡ് കൊടുക്കുക, എന്റർ കീ പ്രസ് ചെയ്യുക. ഓക്കെ, എന്റർ കീ പ്രസ് ചെയ്തിട്ട് വരുന്ന പേജിൽ അസറ്റിന്റെ താഴെ ബാലൻസ് ഷീറ്റിൽ വരുന്ന കാര്യമാണ് ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് ഇവിടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യും. അങ്ങനെ അസറ്റിന്റെ താഴെയുള്ള രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്ത് ഇനി ലയബിലിറ്റിയുടെ താഴെയുള്ള രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇക്വിറ്റി, കറണ്ട്, ലയബിലിറ്റി.
ഓക്കെ, അപ്പൊ അസറ്റിന്റെ താഴെയുള്ള ക്രിയേറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് ലൈബിലിറ്റിയുടെ താഴെയുള്ളത് ക്രിയേഷൻ ഓഫ് ഗ്രൂപ്പ് അണ്ടർ ലൈബിലിറ്റി. ഓക്കെ, അപ്പൊ ലൈബിലിറ്റിയുടെ അണ്ടറിലാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലൈബിലിറ്റിയുടെ കോഡ് എന്താണെന്ന് നോക്കാം. 501-നും 1000-നും ഇടക്കായിരിക്കും ലൈബിലിറ്റി വരുന്നത് എന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ കോഡ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. ഇതാണ് ലൈബിലിറ്റിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ കറന്റ് ലൈബിലിറ്റി ആയിരിക്കും. ഓർഡർ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഓഫ് ഇക്വിറ്റി ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇക്വിറ്റിയുടെ കോഡ് അല്ലെങ്കിൽ ലൈബിലിറ്റിയുടെ അണ്ടറിലാണെങ്കിൽ 501-നും 1000-നും ഇടയിലുള്ള കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 501 എന്നുള്ള കോഡ് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇതിൽ TDLG എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ കോഡാണ് ആഡ് ചെയ്തത്. സേവ് ചെയ്യാം, അല്ല എന്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, റാസിക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആരാണ്? അച്ചു വയ്യേ, ഉറക്കം വരും. ഓക്കെ, ഒന്നല്ലെങ്കിൽ പുറത്തു പോയി ഉറങ്ങുക, അല്ലെങ്കിൽ മുഖം കഴുകട്ടോ. അതേപോലെ തന്നെ സഹീർ അവിടെ കിടന്ന് ധ്യാനിച്ചിരിക്കാതെ പുറത്തേക്ക് പോ. ഒന്നില്ലെങ്കിൽ മുഖം കഴുകിട്ടോ, അല്ലെങ്കിൽ പുറത്തു പോയി ഉറങ്ങിക്കോ, ആ ലാബിൽ പോയി കിടന്നുറങ്ങിക്കോ. ഓക്കെ, ഓക്കെ, അതായത് ഇവിടെ കോഡ് ഫില്ല് ചെയ്യാം, പിന്നെ ഗ്രൂപ്പ് ചാർട്ടിന്റെ കോഡും ഫില്ല് ചെയ്യാം. എന്റർ കീ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ അസറ്റ്. ഇപ്പോ അസറ്റ് ആണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു എറർ ഇതായിരിക്കും. ഇങ്ങനെ ഗ്രൂപ്പ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അസറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്പർ കൊടുക്കേണ്ടിയിരുന്നത് 1-നും 500-നും ഇടയിലാണ് എന്നായിരിക്കും സിസ്റ്റം പറയുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റിയുടെ നമ്പർ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അനുസരിച്ചാണ് 501-നും 1000-നും ഇടയിലുള്ള ഒരു നമ്പറാണ് ലൈബിലിറ്റിക്ക് വരുന്നത്. സോ ഇങ്ങനെ എറർ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് മാറ്റിയിട്ട് ലൈബിലിറ്റി ആക്കുക. ആ എറർ സോൾവ് ആയിട്ടുണ്ടാവും. ഇതാണ് അവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു എറർ എന്ന് പറയുന്നത്. ഇനി ലൈബിലിറ്റി ആണെങ്കിലും ബാലൻസ് ഷീറ്റ് അക്കൗണ്ടിലായിരിക്കും വരുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് ഇക്വിറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഇക്വിറ്റി TDLB. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇക്വിറ്റി ആയി. സേവ് ചെയ്യാം. ഓക്കെ, ഇക്വിറ്റി എന്നുള്ള ഗ്രൂപ്പായി. ഇനിയിപ്പോ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കറന്റ് ലൈബിലിറ്റി. അപ്പൊ 501 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 502 ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റിൽ പോവാം. 502 നെക്സ്റ്റ് കോഡ് കൊടുക്കുക. ഓക്കെ, 502 കൊടുത്തിട്ട് എന്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, അതായത് ഓരോന്നും ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മള് ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോ നെക്സ്റ്റ് കറന്റ് ലൈബിലിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് 502 എന്റർ. ലൈബിലിറ്റി ബാലൻസ് ഷീറ്റ് പേര് കറന്റ് ലൈബിലിറ്റി. TDLB. ഓക്കെ, അപ്പൊ അങ്ങനെ കോഡ്സ് വെച്ച് നമ്മൾ അല്ല ഡാറ്റാസ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. കറന്റ് ലൈബിലിറ്റി 502 എന്നുള്ള കോഡിലാണ് ഇപ്പൊ സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അങ്ങനെ
അസറ്റിന്റെ അണ്ടറിലുള്ള രണ്ടെണ്ണവും ലയബിലിറ്റിയുടെ അണ്ടറിലുള്ള രണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എക്സ്പെൻസിന്റെ അണ്ടറിലുള്ള രണ്ടെണ്ണം, ഇൻകത്തിന്റെ അണ്ടറിലുള്ള രണ്ടെണ്ണം. ഓക്കെ, എക്സ്പെൻസ്. ഓക്കെ, എക്സ്പെൻസിന്റെ താഴെയാണെങ്കിൽ എക്സ്പെൻസിന്റെ നമ്പർ നോക്കാം. 1001 to 1500 അങ്ങനെ പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എക്സ്പെൻസിന്റെ നമ്പർ. സോ ഇവിടെ വരാം, ക്രിയേറ്റ് ബട്ടൺ 1001. ഓക്കെ, അതായത് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് നമ്പർ 1001 ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ 1001 എന്നുള്ള നമ്പർ കൊടുത്തത്. ഇനി ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡ് കൊടുത്തു, എന്റർ കീ പ്രസ് ചെയ്യാം. ഇനി അക്കൗണ്ട് ഗ്രൂപ്പില് എക്സ്പെൻസ്. ഓക്കെ, എക്സ്പെൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, എക്സ്പെൻസും ഇൻകവും ആണെങ്കിൽ എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ കൊടുക്കുക. കാരണം ആ റിപ്പോർട്ടിലേക്കാണ് അതിന്റെ ഇൻഫോർമേഷൻ കംപ്ലീറ്റ് പോകുന്നത്. ഹാഷിം എന്ന് ലീവ് ആണ്. എന്ത് പറ്റി? ഓക്കെ, അപ്പൊ എക്സ്പെൻസ് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം ഡയറക്റ്റ്. ഓക്കെ, ആദ്യം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോ ബാക്കി ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സെയിം സ്റ്റെപ്പ് തന്നെയാണ് SAP യിൽ ചെയ്യുന്നത്. അതായത് ആ കോഡ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. അത് തന്നെയാണ് എല്ലാത്തിനും ചെയ്യുന്നത്. കോഡ്, ഡിസ്ക്രിപ്ഷൻ, സേവ്. അപ്പൊ ഇവിടെ ലയബിലിറ്റി കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്പെൻസ് കൊടുത്തു. ഓക്കെ, എക്സ്പെൻസ്. ഓക്കെ, 1001. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് 1002 കോഡ് കൊടുക്കുകയാണ്. ഓക്കെ, 1002. ഇതും എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസില് ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അപ്പൊ അതും ക്രിയേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഗ്രൂപ്പാണ് ഇൻകം. ഓക്കെ, അപ്പൊ ഇൻകത്തിന്റെ അണ്ടറിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇതാണ് ലാസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ആകെ 2 ക്ലാസിഫിക്കേഷൻ ഉള്ളൂ. ഒന്ന് ഇൻഡയറക്റ്റും പിന്നെ ലാസ്റ്റ് ഡയറക്റ്റും. അപ്പോ ഇൻകത്തിന്റെ ടേബിൾ നോക്കാം. ഇൻകം ആണ് 1501-നും 2000-നും ഇടയിൽ. ഓക്കെ, ഇതാണ് ഇൻകത്തിന്റെ ടേബിൾ. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. 1501. എൻ്റർ. ഇൻകം ആണെങ്കിൽ ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമാണ്. പിന്നെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഇൻകം. അത് തന്നെ താഴത്തേക്ക് ഫില്ല് ചെയ്യാം.
ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇൻഡയറക്റ്റ് ഇൻകം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതേപോലെ ഡയറക്റ്റ് ഇൻകം ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് 1502. ഇനി എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും കമ്പനിയിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവണം. അത് നമുക്ക് റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ എടുത്ത് നോക്കാൻ പറ്റും. അതായത് ഇവിടെ ഇപ്പോ ഇൻകം ആണെങ്കിൽ ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡയറക്റ്റ് ഇൻകം ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇൻകം ഗ്രൂപ്പ് ആയ ഡയറക്റ്റ് ഇൻകം വരെ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ തന്നെയാണോ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബാച്ചലർ സിനിമയിലെ പോലെ ചില്ലിടാതെ പുട്ടുണ്ടാക്കുന്ന പോലെ ആയിരിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ ആരുടെയെങ്കിലും കമ്പനിയിലേക്കായിരിക്കും പോകുന്നത്. കോഡ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ID ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സെർവറിൽ പല പല കമ്പനീസ് ഉണ്ട്. അപ്പൊ കമ്പനി മാറിപ്പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. അപ്പോൾ സ്വന്തം കമ്പനി തന്നെയാണോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതിന്റെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തതാണ് നോക്കേണ്ടത്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, വെരിഫിക്കേഷൻ ലെഡ്ജർ ഗ്രൂപ്പ്സ്. ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ചിലപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആദ്യം തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു പെയിന് വന്ന് കിടക്കും. കണ്ടോ, ഈ സംഭവം കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫോൾഡർ ഫസ്റ്റ് തന്നെ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കും. ഇനി എങ്ങാനും നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും. ആ ഇടത്തെ സൈഡിലെ ആ ഒരു പെയിൻ ഉണ്ടാവില്ല. നേരത്തെ ഇടത്തെ സൈഡിൽ ഒരു കുറെ ഫോൾഡർ ഒക്കെ ഉള്ള ഒരു പേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കാര്യം കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിംഗ്സ് മെനുവിൽ പോവാ. ഇവിടെ ഹൈറാർക്കി ഡിസ്പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് മെനു ബാറിൽ നിന്ന് സെറ്റിംഗ്സ് എടുക്കുക, ഹൈറാർക്കി ഡിസ്പ്ലേ എടുക്കുക. ഓക്കെ, ഹൈറാർക്കി ഡിസ്പ്ലേ കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്നു. ഓക്കെ, ഈ ഹൈറാർക്കി ഡിസ്പ്ലേ എടുക്കുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്ന് സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക. ഡിസ്പ്ലേ അക്കൗണ്ട്സ് ഇൻ നാവിഗേഷൻ ട്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യാം ആൻഡ് എക്സിക്യൂട്ട് ടി കോഡ് FSP0 once again. അതായത് ഒരു പ്രാവശ്യം കൂടി ആ ടി കോഡ് എന്റർ ചെയ്ത് കഴിഞ്ഞാലേ ടി കോഡ് റൺ ആവുള്ളൂ. അതായത് ഇപ്പോ ജസ്റ്റ് ആ സെറ്റിംഗ് എടുത്ത് കഴിഞ്ഞ് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം തന്നെ നമ്മളോട് പറയും പുതിയ സെറ്റിംഗ്സ് ട്രാൻസാക്ഷൻസ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. അതായത് വീണ്ടും ആ ടി കോഡ് റൺ ചെയ്ത് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിംഗ്സ് കാണാൻ പറ്റുള്ളൂ. അപ്പോ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇവിടെ എത്തിക്കുമ്പോൾ /FSP0 ടൈപ്പ് ചെയ്യാം. ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഈ പേജിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ മുകളിൽ ഇതാണ് ആപ്ലിക്കേഷൻ ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ പേജിന്റെ ആപ്ലിക്കേഷൻ ടൂൾ ബാർ. ഇവിടെ ചേഞ്ച് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ ബട്ടൺ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അതിന്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റെപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടനാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിക്ക് ചേഞ്ച് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, specify group
ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡാണ്. ഓക്കെ, സെയിം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കോഡ് വേണം കൊടുക്കാൻ. അത് നിങ്ങളുടെ കോഡ് തന്നെയാണ് ഇവിടെ സൈഡിൽ വന്ന് കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ നിലവിൽ ഇപ്പൊ സ്ക്രീൻ എടുക്കുമ്പോൾ എന്റെ ഗ്രൂപ്പിന്റെ കോഡ് തന്നെയാണ് വന്ന് കിടക്കുന്നത്. അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഡ് തന്നെയാണ് വന്ന് കിടക്കുന്നത്. കോഡ് നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇതാണ് ആ ഒരു ബട്ടൺ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ കോഡ് കൊടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഒരു നാവിഗേഷൻ പെയിൻ വരും. ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ നിങ്ങൾ ഇന്നാകെ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഓരോ പേരുകൾ ഉണ്ടാക്കിയിടുന്നു, അത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിന്റെ അകത്തേക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പോ ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് പേരുകൾ ഉണ്ടാക്കിയിടുന്നു. അപ്പൊ ഇതിനെയാണ് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും ചെയ്തു പോകുന്നത്. അതായത് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഒരു കോഡ് കൊടുത്ത് പേര് കൊടുത്ത് സേവ് ചെയ്തു, അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ടും പിന്നെ ഇത് എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിന്റെ പർപ്പസ് എന്താണെന്നൊക്കെ ഈ ഒരു നോട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ സമയം എടുത്ത് ചെയ്ത് നോക്കാം സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ലാബിലേക്ക് പോകും.